ഹരേ കൃഷ്ണ മാതാജീസ് ആൻഡ് പ്രഭുജീസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. എല്ലാവർക്കും ഇന്നത്തെ ഗീതാ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഭഗവത്ഗീത മഹാത്മ്യം പറഞ്ഞു തരുന്നതിനായി ഹെർ ഗ്രേസ് നളിനി രുക്മിണി മാതാജിയെ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് 2 ശ്ലോകങ്ങൾ വായിക്കാം. നമോ വിഷ്ണുദേവായ കൃഷ്ണ ഗീതാ മഹാത്മ്യം. ശ്ലോകം 1. ഗീതാശാസ്ത്രമിതം പുണ്യം യപഠേത് പ്രയതഃ വിഷ്ണോ പദമവാപ്നോതി ഭയശോകാദിവർജിതഃ. ഇതിൽ പറയുന്നത് ഗീതാശാസ്ത്രം ഇതം പുണ്യം, ഇത്രയും പുണ്യമായിട്ടുള്ളത് വേറെ ഈ ഭൗതിക ലോകത്തില് നമ്മള് ഭഗവത്ഗീതയെ കുറിച്ച് അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്, അല്ലെ? അപ്പൊ ഇതിന്റെ മീനിങ് ഇതിന്റെ നിർദ്ദേശങ്ങൾ, ഭഗവാൻ കൊടുത്ത ആ നിർദ്ദേശങ്ങൾ തന്നിരിക്കുന്ന അതുപോലെ പാലിക്കുകയാണെങ്കിൽ, ആ നിർദ്ദേശം വേണ്ടവണ്ണം പിന്തുടർന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ വിധത്തിലെ ക്ലേശങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാവും. ഭയശോകാദി വർജിതഃ. അപ്പൊ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തരാവും. അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കുകയും ചെയ്യും. എത്ര നല്ലതാ അല്ലെ? നമുക്ക് ഒരു ഭഗവത്ഗീത എന്ന് വെച്ചാല് എന്താണെന്ന് പോലും അറിയാത്ത ഈ ലോകം എങ്ങനെയാണ്, ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കാനോ നമ്മുടെ പിൻതലമുറക്കാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറയില് അധികം ആൾക്കാരും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലില്ല. പക്ഷെ ഇപ്പോ ഇതുപോലെ ഇസ്കോൺ എന്ന ആ ഒരു സംഘടന ഉള്ളതുകൊണ്ട്, മാത്രമല്ല ഇതുപോലത്തെ നമുക്ക് സത്സംഗം ഉള്ളതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത എന്താന്ന് മനസ്സിലാക്കാം. അതിലൂടെ ഭഗവാൻ എന്താണ് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ തന്നെത്താനെ പഠിച്ചാലോ അല്ലെങ്കിൽ നമ്മൾക്ക് മലയാളം അറിയാം, നമുക്ക് വായിച്ചെടുക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് സാധ്യമല്ല. ശരിക്കും പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പരമ്പരയില് നിന്നുള്ള വൈഷ്ണവന്മാരിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലത്തെ ഗുരുക്കന്മാരിൽ നിന്ന് വേണം നമ്മള് ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതമോ നമ്മൾ എടുക്കാനായിട്ട്. അല്ലാതെ നമുക്ക് മനസ്സിലാക്കി എടുക്കാന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. എത്രത്തോളം നമ്മൾ ശ്രമിച്ചാലും നമുക്കത് തിരിച്ച് മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ ഇത് ഒരു എക്സ്പീരിയൻസ്, ഇതില് പുസ്തകത്തിൽ തന്നെ പറയുന്ന ഒരു പരിചയ സമ്പന്നരിൽ നിന്ന് ഇത് പഠിക്കണം. അതുപോലെ പരിശീലനം ചെയ്യുന്ന ഒരാളെ തന്നെ സമീപിക്കണം. മനസ്സെപ്പോഴും അവിടേക്കും ഇവിടേക്കും പായുകയാണ്, അല്ലെ? നമ്മുടെ മനസ്സെപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. ഒരു
ആ കടിഞ്ഞാണിട്ട് ഒരു കുതിരകളെ എങ്ങനെ കടിഞ്ഞാടി ഇടുന്ന പോലെ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ എന്താ, നമുക്ക് ഒന്നിലും തന്നെ നമുക്ക് ശ്രദ്ധ തിരിക്കാൻ സാധ്യമല്ല. അപ്പൊ അടുത്തത്, ഗീതാധ്യയനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്തി ഹി പാപാനി പൂർവജന്മകൃതാനി ച. ആത്മാർത്ഥമായി ഗൗരവമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല. ഗീത മഹാത്മ്യം 2. അത് ഭഗവാൻ പറയുന്നത് എല്ലാ പാപങ്ങളുടെ ഫലം ബാധിക്കുക. ഒരു പാപം അതായത് ഭഗവാൻ തന്നെ പറയുന്നു, എന്നെ സമീപിക്കുക, അല്ലെങ്കിൽ എന്നെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. എല്ലാ തരത്തിലും എല്ലാ ധർമ്മങ്ങളെയും അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുക, ഞാൻ നിങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും നിവർത്തിക്കാം. അതായത് ഭയപ്പെടേണ്ട, ഞാൻ അത് എല്ലാം കഴുകിക്കളയാം എന്ന് പറഞ്ഞ പോലെ മാ ശുചഃ. അപ്പൊ അത്രേ നമ്മൾ ഒന്നിനും പേടിക്കണ്ട. കാരണം ഇത് നമ്മൾ എങ്ങനെ ജീവിക്കണം, ഏതു വിധത്തിൽ ജീവിക്കണം എന്നതിന്റെ ഒരു മാനുവലാണ് ഭഗവത്ഗീത, അല്ലെ? അപ്പൊ അത് അനുസരിച്ച് ഇതിനു മുമ്പ് എത്രയോ തവണ കേട്ടിട്ടുണ്ടാവും. നമുക്കൊരു ഉപകരണമോ അല്ലെങ്കിലോ യന്ത്രമോ എന്താന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു മാനുവൽ കിട്ടും. ഈ മാനുവൽ എങ്ങനെ നോക്കിയിട്ടായിരിക്കും ഈ യന്ത്രമൊക്കെ ഘടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അത് പ്രവർത്തനം എങ്ങനെ ചെയ്യാന്ന് നമ്മൾ അതിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. അപ്പോ അതുപോലെ നമ്മൾ ഈ ഒരു ജീവിതം, നമുക്ക് കിട്ടിയ ഈ മനുഷ്യ ജീവിതം എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ച് തീർക്കണം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, നിയമങ്ങളും അതിൻ്റെ ബാക്കി വശങ്ങളും ഒക്കെ എല്ലാം കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ നല്ല രീതിയിൽ നല്ല ഗുരുക്കന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇതിലെന്താ പറയുന്ന, രണ്ടാമത്തെ ഇതിൽ പറയുന്നത് എന്താ, എല്ലാത്തിൽ നിന്നും മുൻപ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല, ഒരു പാപവും നമുക്ക് ബാധിക്കുകയില്ല. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എല്ലാവരും ഭഗവത്ഗീത അറ്റൻഡ് ചെയ്യുക. നമ്മളിവിടെ പറയുന്ന വിധത്തില് എല്ലാവരും അത് പറഞ്ഞ് ഇത് വായിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മുടെ ഈ സംരംഭം പോലെ നമ്മള് ഒന്ന് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു എന്താ പറയാ, ഒരു ഓൺലൈനിൽ കൂടെയാണെങ്കിലും ഭഗവത്ഗീത എങ്ങനെ പഠിക്കാം, നമുക്കിത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. നല്ല രീതിയിൽ നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ലാഭമോ നഷ്ടമോ അങ്ങനെ ഒന്നുമല്ല, പക്ഷെ നമുക്ക് ഇത് ജനങ്ങളിൽ എങ്ങനെ എത്തിക്കണം, ഭഗവാന്റെ ഈ ഒരു ഭഗവത്ഗീത എങ്ങനെ എത്തിക്കണം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ ഇത് കിട്ടിയ ഒരു അവസരം ആരും പാഴാക്കരുത്. ഹരേ കൃഷ്ണ. ഓവർ ടു യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജി വളരെ നന്നായിട്ട് നമുക്ക് ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹരിനാം മഹാത്മ്യം പറഞ്ഞു തരാനായിട്ട് ഹിസ് ഗ്രേസ് പ്രസിദ്ധ നന്ദന പ്രഭുവിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു, സ്വാഗതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ മാതാജി? കേൾക്കാം പ്രഭു. അപ്പോ എന്റെ എല്ലാ ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങളില് ഭക്താംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ നാമമാഹാത്മ്യം, അതിന്റെ പ്രാധാന്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അല്ല, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യം നമ്മളൊരു പഠിക്കുന്ന കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു സിലബസ് ഉണ്ടാവും, അല്ലെ? ആ സിലബസ് പഠിച്ചാൽ മാത്രമേ ആ കുട്ടി പാസ്സാവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ
നമുക്ക് 4 യുഗങ്ങളുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഓരോ യുഗത്തിനും പ്രത്യേകം ധർമ്മങ്ങളാണ് ചെയ്യാനായിട്ട് വ്യാസമുനി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നോക്കാം, സിലബസ് ഒന്ന് നോക്കാം. 12 ശ്രീമദ് ഭാഗവതത്തില് 12ാം കാൻഡോയിൽ 3ാമത്തെ അധ്യായത്തിൽ 52ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഹൃദയ അദ്വൈത വിഷ്ണു ത്രേതാ മഖ്യേഹ ദ്വാപരേ പരിചര്യായാം കലോത്വത് ഹരികീർത്തനാഥ്. അപ്പൊ ആ ഒരൊറ്റ ശ്ലോകത്തിൽ നിന്ന് സിലബസ് ആണ്. ഹൃദയത്തില് വിഷ്ണുവിനെ തപസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ഒരാളുടെ ആയുസ് എന്ന് പറഞ്ഞാൽ 1,00,000 വർഷമാണ് ഒരാളുടെ ആയുസ്. അപ്പൊ നമുക്ക് തപസ് ചെയ്യാൻ 5000, 20,000, 30,000, 50,000 വർഷമൊക്കെ തപസ് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ അത് തന്നെ വാൽമീകി തന്നെ തപസ് ചെയ്ത് പുറ്റായി പോയി നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഹൃദയദ്വൈത വിഷ്ണു ത്രേതായ മെജിതോ മഗേഹ. ത്രേതായുഗത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന യജ്ഞങ്ങളാണ്. അശ്വമേധ യജ്ഞം, വാജ്പേയി യജ്ഞങ്ങൾ മുതലായ യജ്ഞങ്ങൾ ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ത്രേതായുസില് എന്താ പറയുക, വിഗ്രഹാരാധന, ക്ഷേത്രാരാധനയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കലിയുഗമാണ്. കലിയുഗത്തിൽ നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത്, വ്യാസമുനി പറഞ്ഞിരിക്കുന്നത് കലോത്തത് ഹരികീർത്തനാഥ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കലിയുഗത്തിൽ നമ്മുടെ യുഗധർമ്മം അല്ലെങ്കിൽ സിലബസ് എന്ന് പറയുന്നത് ഹരി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം ജപിക്കാനാണ് ഈ കലിയുഗത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന സിലബസ്. അതാണ് ഹൃദയ അദ്വൈത വിഷ്ണു ത്രേതായ മെജിതോ മഗേഹ ദ്വാപരേ പരിചര്യായാം കലോത്വത് ഹരികീർത്തനാഥ്. അപ്പോ ആ ഹരിയുടെ നാമം, ഈ ഹരിയുടെ നാമമാണ് കലിയുഗത്തിൽ നമ്മുടെ സകലവിധ കൽമഷങ്ങളും നീക്കി നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന സിലബസ് ആണ്. ശ്രീകൃഷ്ണന്റെ നാമം ജപിക്കാനാണ് വ്യാസമുനി നമ്മളെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അത് ശ്രീമദ് ഭാഗവത്തിലെ 12ാം കാൻഡോയിൽ 3ാമത്തെ അധ്യായത്തിൽ 52ാമത്തെ ശ്ലോകത്തിലാണ്. ഇനി ബൃഹത് നാരദീയ പുരാണത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 3ാമത്തെ ഇതിനകത്ത് 8ാമത്തെ അധ്യായത്തിൽ, 3ാം കാൻഡോയിൽ 8ാമത്തെ അധ്യായത്തിൽ 126ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഹരേർ നാമ ഹരേ നാമൈവ കേവലം കലോ നാസ്തേവ ഗതിരന്യത. ഇതാണ് ബൃഹത് നാരദീയ പുരാണത്തിൽ പറയുന്നുണ്ട്. അതെന്താ പറയുന്നത്? ഹരേർ നാമ, അതായത് ഹരിയുടെ നാമം, ഇതല്ലാതെ വേറെ മാർഗം ഈ പുരാണത്തിൽ പറയുന്നു. ഹരേർ നാമൈവ കേവലം, ഈ ഹരിയുടെ നാമം, ഇതല്ലാതെ വേറെ ഒരു വഴിയില്ലാന്ന് തർപ്പിച്ച് പറയാണ്. ഇപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് അത്ര സീരിയസ്നെസ് വരുന്നുള്ളൂ. പക്ഷെ ഇത് 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഒരു അടുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഹരി കലേ ദോഷ ഇതേ രാജൻ അസ്തിഹേ മഹോഗുണ കീർത്തനാത്തേവ ഹരേ നാമ ഇവ കേവലം കലോ നാസ്തേവ ഗതിരനിത. അത് 3 പ്രാവശ്യം തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ, ബൃഹത് നാരദീയ പുരാണത്തിൽ. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവത്തിൽ വേറെ ശ്ലോകം പറയുന്നുണ്ട്. 12ാം കാൻഡോയിൽ 3ാമത്തെ അധ്യായത്തിൽ 51ാമത്തെ ശ്ലോകം. അതിനകത്ത് എന്താ പറയുന്നത്? കലേർദോഷ നിതേരാജൻ അസ്തിഹി ഏക മഹാൻ ഗുണ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്ത സംഘ പരമ്പ്രജ എന്ന് പറയുന്നുണ്ട്. അത് 12ാം കാൻഡോയിൽ 3ാമത്തെ അധ്യായത്തിൽ 51ാമത്തെ ശ്ലോകം. അതിനകത്ത് എന്താ പറയുന്നത്? ഈ കലിയുടെ ഈ വളരെ ദുഷ്കടം നിറഞ്ഞ ഈ കലിയുഗത്തില് ഹരിയുടെ നാമം അല്ലാതെ നമുക്ക് കലയദോഷ നിതേരാജൻ അസ്തിക്ക് ഏക മഹാൻ ഗുണ, ഒരു മഹാഗുണമുണ്ട് നമ്മുടെ ഈ കലിയുഗത്തില്. അതായത് മറ്റു യുഗങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഇത് ചെയ്യേണ്ട, ധ്യാനം ചെയ്യേണ്ട, അല്ലെങ്കിൽ തപസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് യജ്ഞങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ വിഗ്രഹാരാധന, ക്ഷേത്രാരാധന ചെയ്യേണ്ട, ഇതിനെല്ലാത്തിനും പകരമായിട്ട് ഒരു ഗുണമുള്ള ഈ കലിയുഗത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ ഹരിയുടെ നാമം ജപിച്ചാൽ മതി, നമ്മുടെ സകല കന്മഷങ്ങൾ നീങ്ങി നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള പാത തെളിഞ്ഞു കിട്ടുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കലയദോഷ നിതേരാജൻ അസ്തി ഏക മഹാൻ ഗുണ, ഒരു മഹാഗുണമുള്ളത്. കീർത്തനാത് കൃഷ്ണസ്യ, കൃഷ്ണന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായത്തിൽ 25ാമത്തെ ശ്ലോകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ജപയജ്ഞം. അപ്പൊ നമ്മളെ ഹരേ കൃഷ്ണ മഹാമന്ത്രം, അത് നമ്മള് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ഈ ഒരു മന്ത്രം നമ്മൾ യജ്ഞമായിട്ട് എടുത്ത് ചെയ്യുക. സാധാരണ നമ്മൾ എടുത്ത് നാമം ജപിക്കുകയാണെങ്കിൽ അത് നാമജപത്തിൽ വരും. ഇത് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക. നമ്മൾ എന്താ പറയുക? ഭഗവാനെ ഞാൻ എല്ലാ ദിവസവും ഒരു 2 മാല അല്ലെങ്കിൽ 5 മാല ജപിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞ എടുത്തിട്ട്, ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിട്ട്, അതിനുള്ള ബുദ്ധിയും ശക്തിയെല്ലാം നൽകി അനുഗ്രഹിക്കണേ എന്ന് നമ്മൾ ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തുടങ്ങിയാൽ അത് എല്ലാ ദിവസവും നമ്മൾ 5 മാലയാണെങ്കിൽ അവരവർക്കറിയാം എത്ര മാല ജപിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ പറയുമ്പോൾ 10ാമത്തെ അധ്യായത്തിൽ 25ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ജപയജ്ഞം എന്നുള്ള കാര്യം. അപ്പൊ നമ്മളത് ആ ഹരേകൃഷ്ണ മഹാമന്ത്രം നമ്മൾ 108 മാലയിലെടുത്ത് നമ്മൾ ജപിക്കുമ്പോൾ അത് യജ്ഞമായിട്ട് വരും. അപ്പൊ ഈ 3-4 ശ്ലോകങ്ങളിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ കലിയുഗത്തിലെ
ഹരിനാമ ജപത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഹരിനാമ മഹാത്മ്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് ശ്ലോകത്തിലൂടെ നമ്മുടെ പൂർവിക ആചാര്യന്മാർ വ്യാസദേവനെ പോലെയുള്ള ആചാര്യന്മാർ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ കലിയുഗത്തില് ഭഗവാന്റെ ഈ നാമം ജപിച്ചുകൊണ്ട് മുക്തരാവാനായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വളരെ നന്നായിട്ട് നമുക്ക് എത്രത്തോളം ഈ കലിയുഗത്തില് നമുക്ക് ഭഗവാന്റെ നാമത്തിന്റെ ഇമ്പോർട്ടൻസ് പ്രഭു പറഞ്ഞു തന്നതില് വളരെയധികം നന്ദി. ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിൻ നമ്മുടെ ഗീതാ ശ്ലോകങ്ങള് പറഞ്ഞു തരാനായിട്ട് ബേബി സരോജ മാതാജിയാണ് നമുക്കിന്ന് പറഞ്ഞു തരുന്നത്. മാതാജി ഇന്ന് 6-ാം അധ്യായത്തിലെ 10 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് മാതാജിയെ പറ്റി 2 വാക്ക് അറിയാം. ബേബി സരോജ മാതാജി ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിട്ട് 34 വർഷം സർക്കാർ സേവനത്തിന് ശേഷം ആലുവ റീജിയണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ നിന്ന് 2015 വിരമിച്ചു. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്ന് 2005 പ്രത്യേക അവാർഡും സ്വർണ്ണ മെഡലും ലഭിക്കുകയുണ്ടായി. മാതാജിക്ക് 2 മക്കളാണ്. 2 പേരും വിവാഹിതരും ജോലിയും ചെയ്യുന്നവരാണ്. വീട്ടിൽ മാതാജിക്കൊപ്പം 95 വയസ്സായ പ്രായമായ ഒരമ്മയുണ്ട്. മാതാജിയുടെ അമ്മയും മൂത്ത 2 സഹോദരിമാരും ഹിസ് ഹോളിനെസ് രാധാനാഥ് സ്വാമി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. മാതാജിയും ഒരു മൂത്ത സഹോദരിയും ദീക്ഷ സ്വീകരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാതാജിയും സഹോദരിമാരും അമ്മയും അടങ്ങുന്ന എല്ലാ കുടുംബാംഗങ്ങളുടെയും കൃഷ്ണാവബോധ പ്രവർത്തനം 2021 ജൂൺ മുതൽ കൊച്ചി ഇസ്കോണുമായി ചേർന്ന് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ബേബി സരോജ മാതാജിയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. കേൾക്കാം മാതാജി, പറഞ്ഞോളൂ. തുടങ്ങാലോ അല്ലേ? തുടങ്ങാം മാതാജി. ഹരേ കൃഷ്ണ. മംഗളാചാരണം ചെയ്തിട്ട് തുടങ്ങാം. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങളുടെയും മുമ്പിൽ വിനീതമായി പ്രണമിച്ചുകൊണ്ട് ഇന്ന് 6-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നോക്കാം. അപ്പൊ ഇതിനു മുമ്പത്തെ അധ്യായങ്ങളില് നമ്മള് കർമ്മയോഗം, ജ്ഞാനയോഗം, പിന്നെ കർമ്മസന്യാസ യോഗം ഒക്കെ നമ്മൾ കേട്ടു. ഇനി 6-ാമത്തെ അധ്യായത്തില് തുടക്കത്തിൽ തന്നെ ഭഗവാൻ ഈ കർമ്മയോഗത്തിനെ പറ്റി വിവരിച്ചു, ജ്ഞാനയോഗത്തെ പറ്റി വിവരിച്ചു. ഇതൊക്കെ ആണെങ്കിലും ഈ യോഗങ്ങളിൽ കൂടെയൊക്കെ ചെന്നാലും നമ്മൾ ഭക്തിയിലേക്കാണ് എത്തുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ ഭഗവാൻ പറയുന്നു, സ്വന്തം നീ കർമ്മയോഗത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് സ്വന്തം കർമ്മം നീ എനിക്കായിട്ട് സമർപ്പിക്കൂ. അതുപോലെ ജ്ഞാനം, ഏത് ജ്ഞാനം നേടിയാലും അത് വാസുദേവം സർവമിതി എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തന്നെ ജ്ഞാനം തികയും. അപ്പൊ ഇനി ധ്യാനയോഗത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ധ്യാനിക്കുമ്പോൾ എന്നെ അകത്തും എല്ലാ വശത്തും കാണുന്ന ആളാരാണോ അയാൾ പൂർണ്ണനായ യോഗിയാകുന്നു, ധ്യാന യോഗിയാകുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഓരോ മാർഗങ്ങളിൽ തുടങ്ങിയാലും അത് അവസാനം എത്തുന്നത് ഭക്തിയിലേക്കാണ്. അപ്പൊ എങ്ങനെയായിരിക്കണം ഒരു യോഗി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. യോഗം എന്നാൽ എന്താണ് ഭഗവാൻ പറയുന്നുണ്ട്. യോഗം എന്ന് വെച്ചാല് പരമപുരുഷനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അതില് ഇന്ദ്രിയ സുഖങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല യോഗിയാകാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അപ്പൊ സമഭാവനയോടുകൂടി എല്ലാവരെയും വീക്ഷിക്കുന്നത് അല്പം കൂടി
പുരോഗതി നേടിയവനാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ 10ാമത്തെ ശ്ലോകത്തേക്ക് നമുക്ക് പോകാം. യോഗി യുഞ്ജീത സതത ആത്മാനം രഹസി സ്ഥിതഃ ഏകാഗീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹഃ. ഒരു വിവർത്തനം ശ്രീല പ്രഭുപാദാണ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു അതീന്ദ്രിയ ജ്ഞാനി എപ്പോഴും തന്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരമപുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തണം. വിജന സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയും മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുകയും വേണം. അയാൾക്ക് യാതൊന്നിലും ആശയോ മമതയോ തോന്നരുത്. കാരണം ഇത് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൂടി ഭഗവാൻ പറയുന്നത് വെച്ചാല് ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ നമ്മുടെ മനസ്സ് പല സ്ഥലത്തേക്കും പോകും. അതുകൊണ്ട് ഇത്രയും ഇതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളോട് കൂടി നമ്മള് വിജനമായ സ്ഥലത്ത് പോയിരുന്ന്, പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വൃന്ദാവനം അല്ലെങ്കിൽ പിന്നെ ഋഷികേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടായിരുന്നു ഓരോരുത്തർ തപസ് ചെയ്തിരുന്നത്. പക്ഷെ ഈ കലിയുഗത്തിൽ നമുക്കത് സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നതെന്ന് വെച്ചാല് എപ്പോഴും നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക, ഭഗവാനെ പറ്റി തന്നെ ചിന്തിക്കുക. അങ്ങനെ ആകുമ്പോ തന്നെ അതൊരു സമാധിയാണെന്നാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണാബോധത്തോടുകൂടി ഒരു വ്യക്തി തികവുറ്റ യോഗിയായിരിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അത് എപ്രകാരമാണെന്ന് വെച്ചാല് ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം മാറ്റി ആവശ്യമായിട്ട് മാത്രം നമ്മൾ സ്വീകരിക്കുക, ആവശ്യമില്ലാത്ത നമ്മൾ ത്യജിക്കുക. അതാണ് ഭഗവാനോട് പറയുന്നത്. ഇനി 11ഉം 12ഉം ശ്ലോകം നോക്കാം. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാനസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം ശൈലാജിന കുശോത്തരം. 12 തത്രൈകാഗ്രം മനഃ കൃത്വാ യദചിത്തേന്ദ്രിയ ക്രിയഃ ഉപവിശ്വാസന യുജ്ഞോദ്യോഗമാത്മവിശുദ്ധയേ. വിവർത്തനം. യോഗ പരിശീലനത്തിന് ഉദ്ദേശിക്കുന്നവർ ഒരു വിജന സ്ഥലത്ത് പോയി നിലത്ത് കുശപ്പുല്ല് വിരിച്ച് അതിനു മീതെ മാൻതോലും വസ്ത്രവും വിരിക്കണം. ഇരിപ്പിടം അത്യുന്നതമോ ഏറെ താഴ്ന്നതോ ആവരുത്. പരിസരം വിശുദ്ധമായിരിക്കണം. യോഗി ഈ ആസനത്തിൽ ഉറച്ചിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്രചിത്തനായി ആത്മശുദ്ധീകരണത്തിന് വേണ്ടി യോഗം അനുഷ്ഠിക്കണം എന്ന് പറയുന്നു. നമുക്കറിയാം ഈ കലിയുഗത്തില് പലതരം ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നു ചേരും. അപ്പൊ അത് മാത്രമല്ല, എല്ലാവരും അല്പായുസ്ക്കളും പിന്നെ അസ്വസ്ഥരുമായിരിക്കും, ഉത്കണ്ഠാകുലരായിരിക്കും. അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ആത്മനിയന്ത്രണം ഇല്ലായ്മയാണ്. അപ്പൊ ആത്മാബോധം ഉണ്ടാകുന്നതിനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഉത്തമമായ ഉപായം എന്താണെന്ന് നേരത്തെ ബൃഹദാരണ്യ പുരാണത്തില് പ്രസിദ്ധാനന്ദ പ്രഭു നമുക്ക് പറഞ്ഞു തന്നു. 3 പ്രാവശ്യം ഒരു വാക്കുച്ചരിക്കുകയാണെങ്കിൽ അത് സത്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നാം എല്ലാവരും നാമത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നാമജപം ചെയ്യണം. അപ്പൊ ഭഗവാന്റെ നാമോച്ചാരണം അല്ലാതെ മറ്റൊന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ജപം ചെയ്യുക എന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള മാലിന്യങ്ങൾ ഇല്ലാണ്ടാക്കി മനസ്സിനെ നമുക്ക് ശാന്തമാക്കാൻ സാധിക്കും. അതിനുള്ള ശക്തി ജപത്തിനുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇതിനു മുൻപത്തെ ഹരിനാമ ക്ലാസ്സിൽ രാധാശക്തി മാതാജി പറഞ്ഞു അറ്റ്ലീസ്റ്റ് 11 പ്രാവശ്യമെങ്കിലും നമ്മൾ നാമം ജപിക്കണമെന്ന്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ നാമം 11 പ്രാവശ്യമെങ്കിലും ചൊല്ലി ശീലിച്ചു കഴിയുമ്പോൾ നമുക്കതൊരു ശീലം, അത് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു സ്ഥിതിയിൽ നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ടാണ് നാമജപം ഇത്രമാത്രം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കയറാം. കാരണം വെച്ചാൽ ഞങ്ങള് ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മള് അറിയാം, നമുക്ക് ഭക്തി പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ഉണർവുണ്ടായിരിക്കുന്നത് ആ സമയത്തായിരുന്നു, കൊറോണ ടൈമിന്. അപ്പൊ ആ ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങള് ഇസ്കോൺ ഗ്രൂപ്പിലെ ഭക്തിവൃക്ഷ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്ലാസ്സിൽ ചേർന്നപ്പോൾ മറ്റു ആരെങ്കിലും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന റിട്ടയർ ആയിക്കൊണ്ടിരിക്കുന്ന 2-3 പേരെ ചേർത്തു. അപ്പൊ അതിലൊരു കുട്ടിയെ ഞാൻ ചേർത്ത് കഴിഞ്ഞപ്പോ ആദ്യം അവർക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവര് ചേർന്നു. അത് കഴിഞ്ഞിട്ട് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇതില് ഭക്തിവൃക്ഷ ക്ലാസ്സിൽ പറയണത് എന്താ വെച്ചാല് ഭഗവത്ഗീത ക്ലാസ് മുഴുവനും ഓരോരോ ശ്ലോകങ്ങൾ എടുത്തിട്ട് അതിനെ പറ്റിയുള്ള വിശകലനങ്ങളാണ്, ചോദ്യം ഉത്തരം ഒക്കെ. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയാണ് അവരെ ചേർത്തത്. അപ്പൊ അവര് ചേർന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ആയി. അപ്പം പിന്നെ ജപത്തിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞപ്പോൾ അത് അവര് ഏറ്റെടുത്തു. അവര് ജപം ചെയ്യാൻ തുടങ്ങി. പതുക്കെ ജപം ചെയ്തു. അപ്പൊ സാധാരണ ആ കുട്ടി എപ്പോഴും ജോലിക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വളരെ തലവേദന, എപ്പോഴും തലവേദനയാണ്. അപ്പൊ ജോലിക്ക് പോകാൻ വരുമ്പോഴൊക്കെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുന്നുണ്ടെങ്കിലും കുളിക്കാൻ ഭയങ്കര പ്രയാസം, അതുകൊണ്ട് തല കുളിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വളരെ വിഷമിച്ച് അവര് കുളിച്ചിട്ട് വന്നിട്ട് അമ്പലത്തിൽ പോയിട്ടാണ് ജോലിക്ക് കയറുന്നത്.
പക്ഷെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞെങ്കിലും അവര് പിന്നെ ജപം ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത്, ഞാനിപ്പോ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ജപം ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ തലവേദനയൊക്കെ എങ്ങനെയുണ്ടോ? അപ്പൊ തലവേദന ഇപ്പൊ ഇല്ല, കാരണം എനിക്കറിയില്ല എന്താന്ന്, എന്റെ മനസ്സിപ്പോ ശാന്തമാണ്, അപ്പൊ ഞാനിപ്പോ കൂടുതൽ ജപം ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ ജപം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ ഇല്ലാണ്ടായി, നമ്മൾ ചിന്തകൾ ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധ വരുന്നില്ല. അപ്പൊ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങളായിട്ട് ചെയ്ത് നമ്മൾ ഭഗവാനായിട്ട് കൂടുതൽ അടുത്ത് പോവുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഏകാഗ്രമാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ വീണ്ടും ഒരു ക്ലാസ് വന്നപ്പോ ഞാൻ അവരെ ക്ഷണിച്ചു. അപ്പൊ ആ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ ക്ലാസ് കഴിഞ്ഞ പ്രഭു പറഞ്ഞ്, ഇങ്ങനെ ഒരു ലിങ്ക് ഞാൻ ഇട്ട് തരാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളപ്പോ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ മറ്റു കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാമെന്ന്. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചു കുറെ സമയം പോകുന്നതാണ്, എല്ലാം നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഈ പറഞ്ഞ വ്യക്തി എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തു. അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ അവരെ വിളിച്ചപ്പോഴാണ് അവര് പറയുന്നത്, അവരിപ്പോ 5 മണിക്ക് എഴുന്നേറ്റ് എന്താ മംഗളാരതി, 5 മണിക്ക് മംഗളാരതി, അത് കഴിഞ്ഞിട്ട് 5:30 മുതൽ 6:30 വരെ ഭാഗവതം ക്ലാസ്, അത് കഴിഞ്ഞ് പിന്നെ പേരക്കുട്ടിയെ സ്കൂളിൽ അയക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ 10 മണിക്ക് ബുക്ക് റീഡിങ്, 4 മണിക്ക് ഭജന, 8 മണിക്ക് ഭഗവത്ഗീത ക്ലാസ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ സമയമുണ്ടോ? സമയം എനിക്കിപ്പം താനേ ശരിയായി വരുന്നുണ്ട്, എനിക്കറിയില്ല. ഒരു കാര്യം കൂടി അവർ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം അവര് പറഞ്ഞതെന്താ വെച്ചാല്, ഈ പ്രസ്ഥാനമായിട്ട് ഞാൻ വിവാഹത്തിന് മുൻപിലാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, കാരണം നമ്മൾ ഗൃഹസ്ഥന്മാരായിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ നോക്കണം, അതൊക്കെ നമുക്ക് വേണം. അതിന്റെ കൂട്ടത്തിൽ കൂടി ഇതും കൂടി നടന്നു പോകണം. പക്ഷെ അത്രമാത്രം ആനന്ദം അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം ആനന്ദം അനുഭവിക്കാൻ വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ശരണ്യ പ്രഭു പറഞ്ഞു, അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു. അളവറ്റ ആനന്ദം ചെന്നാലും ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, സത്ത് ചിത്ത് ആനന്ദം. സാധാരണ സന്തോഷമല്ല നമുക്കതിന് കിട്ടുന്നത്. ഭഗവാൻ ആനന്ദം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ആനന്ദം നമുക്കും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും ഒരു അപേക്ഷയാണ്, എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും ഒരു ജപം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ കോപം, അങ്ങനെ ദേഷ്യം ആരുടെങ്കിലും അല്ലെങ്കിൽ അസൂയ, അതൊക്കെ നമുക്ക് ഇല്ലാണ്ടായി, നമുക്ക് അറിയാൻ പറ്റില്ല അത് എങ്ങനെയാ മാറിക്കൊണ്ടിരിക്കണെന്ന്. അപ്പൊ എല്ലാവരോടും ഒരു അപേക്ഷയാണ്, ഈ ചേർന്നിരിക്കുന്ന എല്ലാ പുതിയ ഭക്തന്മാരോടും അത് ജപം ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 13ാമത്തെ ശ്ലോകം. സമം കായശിരോ ഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശസ്ഥാനവലോകയൻ. 14ാമത്തെ ശ്ലോകം. പ്രശാന്താത്മാ വിഗതഭീർ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃസംയമ്യ മച്ചിത്തോ യുക്ത ആസീത മത്പരഃ. വിവർത്തനം. തന്റെ ശരീരവും കഴുത്തും ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് യോഗി നാസാഗ്രത്തിൽ ദൃഷ്ടിയൂന്നണം. സ്വസ്ഥവും നിയന്ത്രിതവുമായ മനസ്സോടെ നിർഭയനായി ബ്രഹ്മചര്യനിഷ്ഠനായി സ്വഹൃദയസ്ഥനായ എന്നെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഗ്രഹിച്ച് ധ്യാനിക്കണം. എങ്ങനെ ധ്യാനിക്കണം എന്നാണ് ഭഗവാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്കറിയാം യോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ സർവ്വ ജീവജാലങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണനെ അറിയുകയാണ് ജീവിതത്തിന്റെ ഉദ്ദേശം. അപ്പൊ ആ ഒരു പരിശീലനം തന്നെയാണ് യോഗം എന്ന് പറയുന്നത്. അതായത് ഭഗവാനും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവാനെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ കാണണം. അതാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ ഭഗവാൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാല് മനോനിയന്ത്രണം ചെയ്തിട്ട് എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങളെ ഒഴിവാക്കണം. അതിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് പറയുന്നത് ലൈംഗിക വിഷയത്തെ പറ്റിയാണ്. അപ്പൊ ലൈംഗിക വിഷയത്തെ നമ്മൾ ഗൃഹസ്ഥന്മാരാകുമ്പോൾ അത് നമ്മൾ നിയന്ത്രിത രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അടുത്തത് 15ാമത്തെ ശ്ലോകം. യുഞ്ജന്നേവം സദാത്മാനം യോഗി നേത മാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമത് ഗച്ഛതി. ഇങ്ങനെ മനസ്സ്, ശരീരം, പ്രവർത്തനങ്ങൾ എന്നിവകളെ നിരന്തരം ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ആത്മനിയന്ത്രണം സാധിച്ച അതീന്ദ്രിയ ജ്ഞാനി ഭൗതിക ജീവിതത്തെ അതിക്രമിച്ച് ദൈവ സാമ്രാജ്യം പോകുന്നു. അപ്പൊ ഭൗതികമായിട്ട് നമ്മള് ഇതിൽ പറയുന്നത് വെച്ചാല് ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ യോഗചര്യ ചെയ്യുന്നത്. അപ്പൊ ഭൗതിക ആഗ്രഹങ്ങൾ നിർത്താൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ കൃഷ്ണനെ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ ശാന്തി ഉണ്ടാവും. അപ്പൊ ശ്വേതോപനിഷത്തിൽ പറയുന്നുണ്ട്, തമേവ വിദിത്വാനി മൃത്യുമേതി. അതായത് എന്താണ്? പരമപുരുഷനായ കൃഷ്ണനെ അറിയുന്നത് കൊണ്ട് മാത്രമേ ജനന മരണങ്ങളുടെ
മാർഗത്തെ നമുക്ക് പിന്നിടാൻ കഴിയുള്ളൂ. നമുക്ക് ഭഗവത്ഗീതയിൽ മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലെ, ഭഗവാന്റെ ലീലകള് ഗുണങ്ങള് എല്ലാം മനസ്സിലാക്കിയവർക്ക് ജന്മം നിറഞ്ഞ ചക്രങ്ങളെ കടന്നു പോകാൻ സാധിക്കുമെന്ന്. അപ്പൊ യോഗചര്യയുടെ പരിപൂർണത പറഞ്ഞാല് ഭൗതിക ജീവിതത്തില് നിന്ന് വിമുക്തി നേടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാതെ സാധാരണ ചിലവർ കാണിക്കുന്ന ഈ യോഗ എന്ന് പറയുമ്പോൾ പിന്നെ കനൽക്കട്ടകളിൽ മുകളിൽ കൂടി കൂടുക, അല്ലെങ്കിൽ അഭ്യാസങ്ങൾ കാണിക്കുക, അതല്ല യോഗചര്യ. യോഗചര്യ എന്ന് വെച്ചാൽ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്തി ഭഗവാനിൽ തന്നെ ശ്രദ്ധ യൂന്നിക്കൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് ഭഗവത് ഭക്തി സേവനം നമ്മൾ ചെയ്യുക. അതാണ് ശരിയായിട്ടുള്ള യോഗചര്യ. 16ാമത്തെ ശ്ലോകം. നാസ്തു യോഗോസ്തി ന ചൈകാന്ത മനസ്നതഃ ന ചാദി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. അർജുന, വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നു, ഒരു യോഗി തന്റെ ഭക്ഷണക്രമം എങ്ങനെ കൊണ്ടുപോകണം, നിദ്ര പ്രകാരമായിരിക്കണം എന്നൊക്കെ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ സാത്വികമായിട്ട് ആഹാരശീലം നമ്മൾ അനുകരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ധാന്യങ്ങള്, പഴങ്ങള്, പാല്, പച്ചക്കറി ഇവയൊക്കെ മതി, നമുക്ക് കഴിച്ചാൽ മതിയാവും. അതുകൊണ്ട് തന്നെ നാം മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളുടെ പിന്നാലെ പോകണ്ട എന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് സാത്വികമാകുള്ളൂ. അപ്പൊ അത് പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൃഷ്ണാബോധം നേടിയ ഒരാൾക്ക് ഈ യോഗത്തിൽ നമുക്ക് പൂർണ്ണത നേടാൻ സാധിക്കുന്നു ഭഗവാൻ എടുത്തു പറയുന്നു. അപ്പൊ നമ്മുടെ ഭക്ഷണം ഏത് രീതിയിൽ അവിടെ നിന്ന് തുടങ്ങുകയാണ്, നമ്മുടെ യോഗയുടെ ഓരോ സ്റ്റെപ്പ് അവിടെ നിന്ന് തുടങ്ങുകയാണ്. പിന്നെ ഏറെ ഭക്ഷിക്കുന്നവന് ഉറക്കത്തില് സ്വപ്നം കാണും. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, നിദ്രയുടെ കാര്യത്തിലാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ധാരാളം ഭക്ഷണം കഴിച്ചാൽ നമ്മൾ കൂടുതൽ ഉറങ്ങും. അത് അങ്ങനെ നമ്മൾ കൂടുതൽ സ്വപ്നങ്ങൾ കാണാൻ ചെയ്യും. അപ്പൊ ഒരു ദിവസത്തില് 6 മണിക്കൂറിലധികം ഉറങ്ങണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. 6 മണിക്കൂറിനേക്കാൾ കൂടുതൽ ഉറങ്ങുന്നവന് തമോ ഗുണത്തിൽ പെട്ടുപോകും. അപ്പൊ തമോ ഗുണത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അലസന്മാരായി തീരും. അപ്പൊ ഇതിനെപ്പറ്റിയെല്ലാം ഭഗവാൻ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. 17ാമത്തെ ശ്ലോകം. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളും അകറ്റാൻ കഴിയും. അപ്പൊ ദുഃഖത്തിനെ അതിജീവിച്ചിട്ട് ശാശ്വതമായിട്ടൊരു ജീവിതം എങ്ങനെ നയിക്കണം എന്ന് ഭഗവാൻ നമുക്കിവിടെ ഈ ശ്ലോകത്തിൽ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ആഹാരം എത്ര നിയന്ത്രിതമായിരിക്കണം, ഉറക്കം എത്ര നിയന്ത്രിതമായിരിക്കണം, പിന്നെ കളികള്, രസം, പിന്നെ പ്രവൃത്തികള് എത്ര നമ്മൾ ചെയ്യണം, ഇതിലൊക്കെ നമ്മൾ എങ്ങനെയെല്ലാം ശ്രദ്ധിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. ശരിക്കും പറഞ്ഞാല് മനുഷ്യ ജീവിതം ഒരു വീണയുടെ കമ്പികളെ പോലെ തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് വീണയുടെ കമ്പികൾ മുറുക്കി കഴിഞ്ഞാലും നമുക്കത് വീണ വായിക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. ഇനി അത് കുറച്ച് ലൂസായിട്ട് കെട്ടിക്കഴിഞ്ഞാല് അതിന് നാദം വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഭക്ഷണക്രമത്തില് ഒരു ചിട്ട വേണം നമുക്ക്. അത് ആയുർവേദത്തിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, അതിപ്പോ സാധാരണ ആത്മീയവാദികൾക്കും ഭൗതികവാദികൾക്കും വേണം ഒരു ചിട്ട. ആത്മീയവാദികൾക്ക് മാത്രമല്ല, ഭൗതികമായി ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ചിട്ട ഉണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമം നന്നായി കഴിയുമ്പോൾ, സാത്വികമായിട്ട് കഴിയുമ്പോൾ നമുക്ക് ഭഗവാനെ സേവനം ചെയ്യാനുള്ള സമയവും അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ അതിന് ആയുർവേദത്തിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഒരാള് പിന്നെ ഒരു രാജകുമാരനെ പോലെ ആയിരിക്കണം രാവിലത്തെ ഭക്ഷണം. അതായത് രാജകുമാരന്മാർക്ക് അത് ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഇത് വേണ്ടാന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ഇഷ്ടമുള്ള സാധനം കൊണ്ടുവരും. അങ്ങനെ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം രാവിലെ കഴിക്കുക. അത് ബ്രേക്ക് ദി ഫാസ്റ്റ് എന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി നമ്മൾ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഉപവാസം പോലെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മളത് രാവിലത്തെ ഭക്ഷണം നമ്മൾ രാജകുമാരന്മാരെ പോലെ കഴിക്കുക. ഉച്ചക്കത്തെ ഭക്ഷണം എങ്ങനെ പറയുന്നത് ചക്രവർത്തിയെ പോലെ കഴിക്കുക എന്നാ പറയുന്നത്. ചക്രവർത്തിക്ക് ഇഷ്ടമുള്ള ഏത് ഭക്ഷണം നല്ല രീതിയിൽ തന്നെ കഴിക്കാം. പിന്നെ രാത്രിയിൽ നമ്മളൊരു ഭിക്ഷക്കാരനെ പോലെ, അതായത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്ന് വെച്ചാല് ചെറിയ ഫ്രൂട്ട്സോ പാലോ അങ്ങനെ കഴിച്ചിട്ട് നമ്മുടെ ചിട്ട ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ഭഗവാന് സമർപ്പിച്ച് കഴിക്കണം എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ നിയന്ത്രിച്ച് ചെയ്തു കഴിഞ്ഞാൽ, പ്രകൃതി നമ്മുടെ ബോഡി തന്നിരിക്കുന്നത് തന്നെ ഈ പിന്നെ ഇതിനനുസരിച്ചിട്ടുള്ള സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിന്. അപ്പൊ നമ്മൾ അതനുസരിച്ച് നിയന്ത്രിച്ച് പോകുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും.
ഇനി കേളി, ഒരു ഇത് മാത്രം പോരാ, നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് ആനന്ദം വേണം. അപ്പൊ ആ ആനന്ദത്തിന് നമുക്ക് എങ്ങനെ സ്വീകരിക്കാന്ന് വെച്ചാല്, നമുക്ക് ഭഗവാന്റെ കഥകള്, വൃന്ദാവനത്തില് ഭഗവാൻ ആടിയ ലീലകള്, പിന്നെ അതല്ലാണ്ട് പിന്നെ തമാശകള്, ഗോപന്മാരുടെ കൂടിയ തമാശകള് ഒക്കെ, രാധാറാണിയുടെ കൂടെയും, പിന്നെ നമുക്കറിയാം രാധാറാണിയുടെ ഭർത്താവായിട്ടുള്ള അർജുനനും പിന്നെ അമ്മായിയമ്മ ജഡില കുടില, അവരുടെയൊക്കെ തമാശകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നും, ഒരു സിനിമ കാണുന്ന തമാശയൊന്നും അല്ല ഇത്. നമുക്ക് ഈ തമാശയിൽ കൂടി നമുക്ക് ആനന്ദമാണ് ലഭിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ ചിരിക്കും, അത് കഴിഞ്ഞാൽ അതിന്റെ ആനന്ദം തീർന്നു. പക്ഷെ ഭഗവാന്റെ കേളികള് കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും അളവറ്റ ആനന്ദമാണ് നമുക്ക് ലഭിക്കുക. അപ്പൊ അത് അങ്ങനെ. പിന്നെ അപ്പൊ നമുക്കിപ്പോ നമ്മൾ ഈയിടെ നമ്മൾ കാണാറുണ്ട് നന്ദ ഭജൻസ് ഗോവിന്ദ് അല്ലെ, നന്ദ ഗോവിന്ദ ഭജൻസ്. അപ്പൊ അവര് സത്യത്തിൽ അവരെന്താ ചെയ്യണത്, അവര് ഭജൻ ചെല്ലുമ്പോ എത്ര ആളുകളാണ്. പണ്ട് നമ്മള് റോക്ക് ഡാൻസോ അല്ലെങ്കിൽ മറ്റു പാട്ടുകളൊക്കെ കേട്ട് ആനന്ദിച്ചിരുന്നു. ഇപ്പൊ ചെറുപ്പക്കാരും എല്ലാവരും ഭഗവാന്റെ നാമം സ്തുതിക്കുന്നത് എവിടെയാണോ അവിടെ ആനന്ദം ഉണ്ടെന്നുള്ളത് എത്ര പേരാ കൈകൊട്ടി അവര് എത്ര ആദരവോടെയാണ് അവര് സ്വീകരിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ്. കാരണം കലിയുഗത്തില് നമുക്ക് ഭഗവാന്റെ നാമം എവിടെ ഉച്ചരിക്കും നമുക്ക് അവിടെ ആനന്ദം കിട്ടും. അതുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം ഈ ചെറുപ്പക്കാര് ഇത്രയും ആൾക്കാര് എവിടെയൊക്കെ ഓടുന്നു ഈ നന്ദഭജൻസിന്റെ ഇത് കേൾക്കാനായിട്ട്. അപ്പൊ അത് നമുക്കൊരു മാതൃകയാണ് ശരിക്കും പറഞ്ഞാല്. ഇനി അടുത്തത്, നമ്മള് അധ്വാനത്തിന് നമുക്കൊരു കണക്ക് വേണം. അതായത് നമ്മള് നല്ലവണ്ണം സമ്പാദിച്ച് ഇനി ഒരു പരിധി എത്തുമ്പോൾ നമുക്കും സ്വയം നമ്മുടെ മനസ്സിന് നമ്മൾ പറയും ഇനി മതി എനിക്ക്. കാരണം അധികം അധ്വാനിച്ച് നമ്മൾ ധാരാളം സമ്പാദിച്ചിട്ട്, ഇന്നലെ ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഒരു മിസ്റ്റർ റോയ് എന്ന് പറഞ്ഞത്, ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ ആ ജീവിതം അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാനായിട്ടാണ് ഇത് ഉദാഹരണങ്ങളൊക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചതിന് ശേഷം, കുറച്ച് നമ്മൾ സമ്പാദിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ, അതാണ് സമ്പത്തിനും എല്ലാത്തിനും നമുക്കൊരു കൺട്രോൾ വേണം. പിന്നെ ഇനി ഉറക്കത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു സമയനിഷ്ഠ വേണം. നമുക്കറിയാം രാത്രിയിൽ നമ്മൾ നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഉണരാനായിട്ട്, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം, ജപം ചെയ്യാം. ശാന്തമായ അന്തരീക്ഷത്തിൽ ജപം ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ അങ്ങയുടെ സേവനത്തിൽ എന്നെ ഉൾപ്പെടുത്തൂ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്കത് സ്വസ്ഥമായിട്ടിരുന്ന് ശാന്തതയോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരത്തി ഇതുപോലെ, അതിന്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. അപ്പൊ അധ്യാപകനായിട്ട് അദ്ദേഹം റിട്ടയർ ആയി കഴിഞ്ഞപ്പോ അദ്ദേഹം മതിയായി, ജീവിതം മതിയായി, എപ്പോഴും പറയും എനിക്ക് മതിയായി. അപ്പൊ ഈ കുട്ടി പറഞ്ഞു മനസ്സിലാക്കിയത്, അച്ഛാ ഒരു ദിവസം കൂടി ഒരു രാവിലത്തെ ഒരു സൂര്യൻ ഉണരുന്നത് കാണാൻ അച്ഛന് സന്തോഷമല്ലേ? അത് നമ്മൾ അങ്ങനെ വേണം. പ്രകൃതിയിൽ നമ്മൾ ആ ഒരു ഭഗവാനായിട്ട് കാണുക. ആ സൂര്യഭഗവാനെ ഒരു പ്രാവശ്യം കൂടി കാണാൻ കഴിയുന്നത് നമ്മുടെ ഒരു ആനന്ദമായിട്ട് കണക്കാക്കുക. അല്ലാണ്ട് നമ്മൾ ജീവിതത്തെ പഴിക്കാൻ ശ്രമിക്കാൻ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഉറക്കത്തില് നമ്മൾ രാത്രിയിൽ നമ്മൾ നേരത്തെ ഉറങ്ങിയിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഭഗവാന്റെ കാര്യങ്ങൾക്ക് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവനും നമുക്ക് നല്ല രീതിയിൽ ചെലവാക്കാൻ പറ്റും. കൂടുതൽ ഒരു അരമണിക്കൂർ ചെലവാക്കിയാൽ 2 മണിക്കൂർ നമ്മുടെ കയ്യിൽ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഉറക്കത്തിനും നമ്മളൊരു നിഷ്ഠ വയ്ക്കാൻ ശ്രമിക്കുക. അധികം ഉറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ തമോ ഗുണത്തിലേക്ക് പെട്ടുപോകും. അതാ ഇവിടെ പറയുന്ന യോഗോ ഭവതി ദുഃഖ എന്ന് പറഞ്ഞു. അതായത് നമ്മള് കറക്റ്റ് നിഷ്ഠയോടെ ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാ ആ ജീവാത്മാവിന് ദുഃഖ ദുരിതങ്ങളെ മറികടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഹരിദാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ഭക്തനായിരുന്നു. ഒരു ദിവസം 3 ലക്ഷത്തിൽ കൂടുതൽ ജപം ചെയ്തതിന് ശേഷം അല്ലാണ്ട് പ്രസാദം സ്വീകരിക്കില്ല, ഉറങ്ങുകയില്ല. അപ്പൊ ഈ ആചാര്യന്മാരൊക്കെ നമുക്ക് കാണിക്കും. നമുക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിന്റെ കുറച്ചെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനെ. അങ്ങനെയുള്ള ആചാര്യന്മാരുടെ കഥകൾ കേൾക്കാൻ നമ്മൾ ഭാഗ്യം ചെയ്തതാണ്. അങ്ങനെയുള്ള ആചാര്യന്മാരുടെ കഥകൾ കേൾക്കാനും അവര് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ കാണിച്ചു തന്നെയാണ്. അപ്പൊ അത് നമ്മൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ഭഗവാന്റെ കാരുണ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഒരു മാലയെങ്കിലും ജപിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇനി 18ാമത്തെ ശ്ലോകം. യഥാ വിനിയതം ചിത്തമാത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥാ. യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ
നിയന്ത്രിച്ച് അതീന്ദ്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് അയാളെ യോഗയുക്തൻ എന്ന് പറയുന്നു. അപ്പൊ ഒരു യോഗി, സാധാരണ ഒരു യോഗിയും ഒരു മനുഷ്യനും സാധാരണ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല് യാതൊരു ഭൗതിക അഭിലാഷവും, പ്രത്യേകിച്ച് പ്രഭുപാദരുടെ എടുത്തു പറയുന്ന ലൈംഗിക ആസക്തി വിശേഷിച്ചും അത് തീണ്ടാറില്ല എന്നതാണ് ഒരു യോഗിയും സാധാരണ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അങ്ങനെ ഒരു തികഞ്ഞ യോഗിയുടെ മാനസികാവസ്ഥയിൽ നമ്മൾ പൂർണ്ണാവസ്ഥയിൽ എത്തണമെങ്കിൽ നമുക്ക് കൃഷ്ണാബോധം വേണം. അപ്പൊ കൃഷ്ണാബോധത്തിൽ എത്തിയവർക്ക് ഇത് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നു. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ അംബരീഷ് മഹാരാജാവ്. അംബരീഷ് മഹാരാജാവ് എങ്ങനെയാണ് ചെയ്തത്? മനസ്സിനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു. വാക്കുകള് ഭഗവാന്റെ ദിവ്യ ഗുണങ്ങളെ വാഴ്ത്താനായിട്ട് ഉപയോഗിച്ചു. കൈകള് ക്ഷേത്ര ശുചീകരണത്തിന് ഉപയോഗിച്ചു. കർണങ്ങള് ഭഗവാന്റെ കഥകളെ കേൾക്കാനായിട്ട്, കണ്ണുകള് ഭഗവാന്റെ സ്വരൂപത്തെ കാണാനായിട്ട്, പിന്നെ ശരീരം ഭക്തന്മാരെ ആശ്ലേഷിക്കാനായിട്ട്, മൂക്ക് ഭഗവാനെ സമർപ്പിച്ച പുഷ്പങ്ങള് മണക്കാനായിട്ട്, അങ്ങനെ നാവ്, കാലുകള് അമ്പലത്തില് പ്രദക്ഷിണം ചെയ്യാന്, ശിരസ് പ്രണമിക്കാന്, അഭിലാഷങ്ങള് ഭഗവാന്റെ ആഗ്രഹങ്ങള് ആജ്ഞകൾ നിറവേറ്റാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്ന ഒരു ആയിരുന്നു അംബരീഷ് മഹാരാജാവ്. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളും അംബരീഷ് മഹാരാജാവ് തന്റെ ഭഗവാന് വേണ്ടിയിട്ടാണ് സേവനം ചെയ്തത്. പിന്നെ അടുത്തത് 19ാമത്തെ, യഥാ ദീപോ നിവാദസ്തോ നേഗതേ സോപമാസ്മൃത യോഗിനോ യഥ ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. അത് 19, 20, 21, 22, 23 വരെ ഒരുമിച്ചാണ്. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗ സേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. 21, സുഖമാത്യന്തികം യത്തദ് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതസ്ഥലതി തത്വതഃ. 22, യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. 23, തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സഞ്ചിതം. വിവർത്തനം: സമാധി എന്ന പരിപൂർണാവസ്ഥയിൽ മനസ്സ് യോഗാനുഷ്ഠാനം മൂലം ഭൗതികങ്ങളായ മനോവൃത്തികളിൽ നിന്നും തികച്ചും പിന്മാറിയിരിക്കും. നിർമ്മലമായ മനസ്സുകൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിച്ച് ആത്മാവിൽ ആനന്ദം കൊള്ളാനുള്ള കഴിവ് ഈ പൂർണ്ണാവസ്ഥയിൽ സ്വാഭാവികമാണ്. ആനന്ദഭരിതമായ ആ നിലയിൽ അളവറ്റ അതീന്ദ്രിയ സുഖമാണ് ദിവ്യേന്ദ്രിയങ്ങളിലൂടെ ഒരാൾക്ക് അനുഭവപ്പെടുക. ഇതിലെത്തിയാൽ പിന്നെ ഒരിക്കലും സത്യത്തിൽ നിന്ന് ചലിക്കേണ്ടി വരില്ല. ഇതിലും വലിയ ഒരു നേട്ടമില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. മാത്രമല്ല, ഏതൊരു ആപത്ഘട്ടത്തിലും ഒരാൾ ശുദ്ധനാവുകയുമില്ല. ഭൗതികമായുള്ള ബന്ധത്തിൽ നിന്നുളവാകുന്ന സർവക്ലേശങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ മോചനമാണത്. അപ്പൊ ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞിട്ട് മനസ്സിന്റെ ചഞ്ചലത ഇല്ലാണ്ടാക്കി കഴിയുമ്പോൾ ഒരു യോഗി തന്റെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ കെൽപ്പുള്ളവനാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അദ്വൈതവാദികളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആ സിദ്ധാന്തത്തെ പറ്റിയാണ് ഇവിടെ മറ്റൊരു സ്ഥലത്ത് ഇവിടെ വിവരിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ സമയപരിധി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നോക്കാം. അതുകൊണ്ട് യോഗത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ അതീന്ദ്രിയ ആനന്ദം നേടാനായിട്ട് ഭക്തിപൂർണമായ ഭഗവത് സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് നേടാൻ സാധിക്കുന്നു. അപ്പൊ യോഗം എന്നുള്ളത് നമുക്കറിയാം, ഭഗവാനുമായിട്ടുള്ള ബന്ധം. ആ ഒരു ബന്ധത്തെ നമ്മൾ ദൃഢീകരിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭക്തിയുത സേവനം ചെയ്യും, ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക. ഏതെല്ലാം രീതിയിൽ നമുക്ക് ഭഗവത് സേവനം ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഭഗവാന് തുളസി വെച്ച് പിടിപ്പിക്കാം, തുളസി നനച്ച് ഒരു പ്രദക്ഷിണം വെക്കാം. പ്രഭുപാദര് പറയുന്നുണ്ട്, നമുക്ക് ഭക്തിയുത സേവനങ്ങൾ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു പോയാൽ പോലും അറ്റ്ലീസ്റ്റ് നമുക്ക് തുളസിയെ പ്രദക്ഷിണം ചെയ്ത് ഒരു നമസ്കാരം ചെയ്യാം. ഭഗവാന് പൂക്കൾ സമർപ്പിക്കാം. എന്തെല്ലാം കാര്യങ്ങളും ഭഗവാനോട് ചെയ്യാം. അമ്പലത്തിൽ പോയി നമുക്ക് അവിടെ എന്തെങ്കിലും ശുചീകരണം ചെയ്യാം, പാത്രങ്ങൾ കഴുകാൻ കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനുശേഷം ഇവിടെ 2 വിധത്തിൽ സമാധിയെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് സംപ്രജ്ഞാത സമാധി, അതായത് തത്വജ്ഞാനപരമായ ഗവേഷണങ്ങൾ വഴി എത്തിച്ചേരുന്ന അതീന്ദ്രിയ അവസ്ഥയാണത്. അസംപ്രജ്ഞാത സമാധി എന്ന് വെച്ചാല് പിന്നെ ഭൗതിക സുഖങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇന്ദ്രിയജന്യങ്ങളായ സുഖങ്ങളെയൊക്കെ അതിജീവിച്ച്, അതായത് ഇന്ദ്രിയ സുഖങ്ങളെയൊക്കെ അവര്, ഭൗതികമായ ആഗ്രഹങ്ങളെയൊക്കെ അവര് അതിജീവിച്ച് കഴിഞ്ഞിട്ട് ഈ അവസ്ഥയിൽ എത്തുന്ന യോഗിയാണ് അസംപ്രജ്ഞ സമാധി എന്ന് പറയുന്ന. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തിയാൽ പിന്നെ അയാൾക്ക് ഇളകേണ്ടി വരില്ല, അയാൾ നിലം പതിക്കില്ല. അപ്പൊ യോഗ പ്രക്രിയക്കിടയിൽ തന്നെ നമുക്ക് സിദ്ധികളിൽ ആകൃഷ്ടരാകുന്നവര് അപൂർണാവസ്ഥയില്
തുടരുകയുള്ളൂ എന്നിവിടെ പറയുന്നു. കാരണം നമുക്കറിയാം ചിലവര് യോഗത്തിന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ അവരുടെ സിദ്ധികൾ കാണിക്കാൻ അവർ ഇൻട്രസ്റ്റ് കാണിക്കും. പിന്നെ എന്താ വളയത്തിൽ കൂടി ചാടുക, അല്ലെങ്കിൽ അഗ്നിയിൽ കൂടി വായിലിടുക, അങ്ങനെയൊക്കെ കുറെ അഭ്യാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആ യോഗചര്യയിൽ നിന്ന് അവർ നിലംപതിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ അവരുടെ യഥാർത്ഥമായിട്ട് അവരുടെ ലക്ഷ്യം, ആ ഒരു ലക്ഷ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ കൃഷ്ണാബോധമുള്ള ഒരു യോഗി എങ്ങനെ ആയിരിക്കണം എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് ജീവിതത്തിലെ സുഖദുഃഖങ്ങളും ദാരിദ്ര്യം, രോഗം, ബന്ധുമിത്രാദികളുടെ മരണം ഇവയൊക്കെ വന്നു പെട്ടാലും കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് സംഭവിക്കാം. നമുക്ക് മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ബന്ധുമിത്രാദികളുടെ മരണമൊക്കെ നമ്മളെ അലട്ടും. പക്ഷെ ഭക്തിയോഗ സംബന്ധമായ പ്രവൃത്തികൾ നിറവേറ്റുന്നതിൽ അയാൾ ഒരിക്കലും ഉപേക്ഷ കാണിക്കുകയില്ല. ഇത് യഥാർത്ഥ ഒരു യോഗി. അങ്ങനെ ചെയ്യുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും അയാൾക്ക് ഈ പ്രയാസങ്ങളൊക്കെ വന്ന അയാളെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിലും പോലും അയാൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യണതിൽ ഒരു ഉപേക്ഷ അയാൾ വിചാരിക്കില്ല. അപ്പൊ ഒരാപത്തും ആ ഭക്തനെ തന്റെ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മാത്ര സ്പർശാസ്തു കന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമ പായിനോ നിത്യ താം തദസ്യ തിദിക്ഷസ്യ ഭാരത. എന്താണ്? ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും. അതുപോലെ ശീതകാലം വരും, പിന്നെ മഴക്കാലം വരും, ഒക്കെ വരുമ്പോഴും നമുക്ക് ചില സമയത്ത് നമ്മൾ പറയും, എന്തൊരു മഴയാണ് ദൈവമേ, ഒന്ന് മഴ നിന്നാ മതി. ചൂട് വരുമ്പോ പറയും ചൂട് കൂടുതലാണ്. അപ്പൊ ഇതെല്ലാം ഒരു യഥാർത്ഥ യോഗി ഇതെല്ലാം മിതമായ രീതിയിലേ അത് സ്വീകരിക്കുള്ളൂ. കാരണം ചൂട് വന്നാൽ ചൂട് വന്നോട്ടെ, മഴ വന്നാൽ മഴ വന്നോട്ടെ, അതെല്ലാം നമ്മളൊരു ദുഃഖങ്ങൾ വന്നാലും സുഖങ്ങൾ വന്നാലും അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ പക്വമാക്കി കഴിയണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് കൃഷ്ണാബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു വഴിയും നമുക്കതിലില്ല. അതിന് നമ്മൾ ജപം ചെയ്ത് നമ്മുടെ മനസ്സിനെ നല്ല ശാന്തമാക്കാൻ ശ്രമിക്കണം. ശാന്തമാകുന്നത് എപ്പോഴാണ്? നമ്മുടെ മനസ്സിലെ ചിന്തകള്, വേണ്ടാത്ത ചിന്തകളൊക്കെ പോയി കഴിയുമ്പോൾ മനസ്സ് ശാന്തമായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാം സഹിക്കാനുള്ള കഴിവും സ്വന്തം ഒരാള് യോഗാനുഷ്ഠാനത്തിന്റെ പരമകാഷ്ഠയിലെത്തി എന്ന് പറയുന്നു. ഇനി 24-ാമത്തെ ശ്ലോകം. സനിശ്ചയേന യോക്തവ്യ യോഗോ നിർവണ്ണ ചേതസ സങ്കൽപ്പ പ്രഭവാൻ കാമാം തക്വാ സർവാനശേഷതഃ മനസ്സൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. സ്ഥൈര്യത്തോടും വിശ്വാസത്തോടും കൂടി വേണം യോഗ പരിശീലനത്തിൽ ഏർപ്പെടുവാൻ. വഴിമാറുകയും അരുത്. മനസ്സിൽ തോന്നിയ ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ഒന്നൊഴിയാതെ ഉപേക്ഷിക്കുകയും മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കുകയും വേണം. അപ്പൊ യോഗ പരിശീലനം യോഗ പരിശീലനത്തിൽ സ്ഥിരനിശ്ചയം, നമുക്കൊരു ദൃഢനിശ്ചയം വേണം. അത് അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത്. അപ്പൊ മാത്രമല്ല ക്ഷമയോടുകൂടി നമ്മൾ വഴി തെറ്റാതെ പരിശീലനം തുടരുകയും വേണം. അപ്പൊ വിജയപ്രാപ്തിക്ക് കുറച്ച് താമസം ഉണ്ടായിരിക്കുക. നമുക്കറിയാം ചില സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയില്ലല്ലോ ഭഗവാൻ എന്നുള്ളൊരു തോന്നല്, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എത്തും എന്നുള്ളൊരു വിശ്വാസം, നമ്മൾ പ്രവർത്തിക്കാനും നമ്മൾ പ്രവർത്തിക്കുക, ബാക്കിയെല്ലാം ഭഗവാന്റെ കയ്യിലാണ്. അപ്പൊ നമ്മൾ ആ വിജയപ്രാപ്തിക്ക് നമുക്കൊരു ദൃഢനിശ്ചയം വേണം. കുറച്ച് താമസം ഉണ്ടായാലും നിരുത്സാഹം പാടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് വിജയം ഉറപ്പാണ്. അപ്പൊ ഇവിടെ പറയുന്നത് കടലിൽ പോയ ഒരു കടൽക്കരയിൽ മുട്ട വിരിച്ചിട്ട് ആ കുരുവി പോയ സമയത്ത് കടല് വന്നിട്ട് ആ സമുദ്രം വന്നിട്ട് ആ മുട്ടകളെല്ലാം ഒഴുക്കില് കൊണ്ടുപോയി. അപ്പൊ കുരുവി വന്നപ്പോ മുട്ട കാണാണ്ടായപ്പോ ധാരാളം വിഷമിച്ചു. അപ്പൊ കുരുവി സമുദ്രത്തോട് ചോദിച്ചു, എന്റെ മുട്ടകളെ എനിക്ക് തിരിച്ചു തരുമെന്ന്. പക്ഷെ സമുദ്രം ഒന്നും ശ്രദ്ധിച്ചതേ ഇല്ല. അപ്പൊ അങ്ങനെ ആയപ്പോ കുരുവി ഒരു ദൃഢനിശ്ചയം എടുത്ത്, എന്താ തന്റെ മുട്ടകളെ താൻ തിരിച്ച് എടുത്തിരിക്കും. എങ്ങനെയാണ്? തന്റെ കൊക്ക് കൊണ്ട് ഓരോ തുള്ളി സമുദ്രം വറ്റിച്ച് താൻ മുട്ടകൾ തിരിച്ചെടുക്കുന്നു. അപ്പൊ ചുറ്റുപാടുള്ള ആളുകളെല്ലാരും ഈ കുരുവിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് പരിഹസിച്ചിരിക്കാൻ തുടങ്ങി. അപ്പൊ വിഷ്ണുദേവന്റെ വാഹനമായ ഗരുഡനും ഈ വാർത്ത കേൾക്കാനിടയായിട്ട് ആ കൊച്ചു സഹോദരിയെ ദയ തോന്നിയിട്ട് സഹായിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ കാരണം എന്താ വെച്ചാല് ഈ കുരുവിയുടെ ദൃഢനിശ്ചയം കണ്ടിട്ട് ഗരുഡന് സന്തോഷമാണ് ഉളവായത്. അപ്പൊ അങ്ങനെ ഗരുഡൻ എന്ത് പറഞ്ഞു വെച്ചാല്
കൊച്ചു കുരുവിയെ സഹായിക്കാമെന്നേറ്റു. എന്നിട്ട് മുട്ടകൾ വേഗം കുരുവിക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ താനും കിളിയുടെ പ്രവൃത്തി തന്നെ അതായത് അതിൽ പങ്കെടുത്ത് സമുദ്രത്തെ വറ്റിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞപ്പോൾ സമുദ്രം ഭയന്ന് കുരുവിയുടെ മുട്ടകൾ തിരിച്ചു കൊടുത്തു. അപ്പൊ അത് ഗരുഡന്റെ അനുഗ്രഹത്തിൽ കുരുവിക്ക് അത് ഒരു സന്തോഷമായി. അപ്പൊ അതുപോലെ യോഗം അനുഷ്ഠിക്കുമ്പോൾ നമ്മള് കൃഷ്ണാബോധത്തോടുള്ള ഭക്തിയോഗം പ്രയാസമാണെന്ന് നമുക്ക് തോന്നിയാലും, ഇപ്പൊ കുരുവിക്ക് തോന്നി ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും ദൃഢനിശ്ചയം ഉണ്ടായി, കാരണം ഞാൻ ആ മുട്ടകൾ തിരിച്ചെടുക്കുന്നു. അപ്പൊ അതുപോലെ നമ്മൾ കൃഷ്ണാബോധത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ഈ മനുഷ്യ ജീവിതം കിട്ടിയത് എന്താണ്? ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഭഗവാന്റെ ദാസന്മാരാണ്. അപ്പൊ നമ്മളെപ്പോഴും ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം നമുക്ക് തീർച്ചയായിട്ടും നേടാൻ സാധിക്കും. അപ്പൊ അത് മാത്രല്ല, അങ്ങനെ ആ ദൃഢനിശ്ചയം ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഭഗവാൻ 10 സ്റ്റെപ്പ് നമ്മുടെ അടുത്ത് വെക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ നമ്മളെ സഹായിക്കും. അപ്പൊ സ്വയം സഹായിക്കുന്നവനാണ് ഈശ്വര സഹായം ലഭിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി 25ാമത്തെ ശ്ലോകം. ശനൈരു പരമേ ബുദ്ധ്യ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിംചദപി ചിന്തയേത്. ക്രമേണ പടിപടിയായി വിശ്വാസദാർഢ്യമാർന്ന ബുദ്ധിയുടെ സഹായത്താൽ സമാധിസ്ഥനാകണം. മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുക, മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ. അപ്പൊ ദൃഢനിശ്ചയം കൊണ്ടും അപ്പൊ ദൃഢവിശ്വാസം വേണം. അത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മൾ പതുക്കെ വിരമിക്കണം. ആമ എങ്ങനെയാ ചെയ്യുന്നത്? തന്റെ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിച്ച, അതുപോലെ തന്നെ നമ്മളും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ പതുക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ മാറ്റി നിർത്തണം. അതിന് നമ്മൾ ഭക്തന്മാരുടെ സംഘത്തിലെത്തുക, സത്സംഗത്തിൽ ചെല്ലുക, അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുള്ളൂ. ഭൗതികമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ പെട്ടുപോയാലും നമുക്ക് അവരുടെ കൂടെയുള്ള ചിന്തകളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുക, സിനിമ കാണും, അങ്ങനെ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതേസമയം സത്സംഗത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ചിന്തയില്ല, ഭഗവാനെ പറ്റി മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് അതുപോലെ തന്നെ മനസ്സിനെ നമ്മൾ ബുദ്ധി കൊണ്ട് ഉയർത്തിപ്പിടിച്ച് നമ്മൾ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ കൃഷ്ണാബോധ പ്രവർത്തനം കൊണ്ടാണ് ഈ അവസ്ഥയിൽ നമുക്ക് എത്താൻ സാധിക്കുക എന്നും ഭഗവാനോട് പറയുന്നുണ്ട്. 26ാമത്തെ ശ്ലോകം. യഥോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തദോ നിയമൈ തദാത്മന്യേവ വശം നയേത്. വിവർത്തനം. സ്വഭാവേന ചപലവും ചഞ്ചലവുമായ മനസ്സ് എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്നെല്ലാം പിൻവലിച്ച് അതിനെ ആത്മാവിന് അധീനമാക്കിക്കൊള്ളണം. ഇവിടെ ഗോസ്വാമി ആര്, അല്ലെങ്കിൽ ഗോദാസൻ ആരെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് ഗോസ്വാമി. അല്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെടുന്നവൻ ഗോദാസൻ എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ആള് ഗോസ്വാമിയും മനസ്സിന് കീഴടങ്ങുന്നവൻ. മനസ്സ് പറയും നമ്മുടെ അടുത്ത്, ഇപ്പൊ നമ്മൾ രാവിലെ എണീക്കാൻ പോകുമ്പോൾ നമ്മളോട് പറയും, എന്തിനാണ് ഇത്ര നേരത്തെ എണീക്കണം, കുറച്ചും കൂടി ഉറങ്ങിയിട്ട് എണീറ്റാ പോരെ എന്ന്. അപ്പൊ നമ്മൾ ശരിയാണ്, എന്തിനാണ് എണീക്കുന്നത്, അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ സമയമെല്ലാം കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മനസ്സിന് കീഴടങ്ങാതെ ഇന്ദ്രിയങ്ങൾ പതുക്കെ നമ്മുടെ മനസ്സിന് പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഋഷികേശനായ കൃഷ്ണന്റെ സേവനത്തിൽ, അപ്പൊ അതങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാം. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. അപ്പൊ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. 27ാമത്തെ ശ്ലോകം. പ്രശാന്ത മനസം ഹേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി അതീന്ദ്രിയ ആനന്ദത്തിന്റെ പരമകാഷ്ഠയിലെത്തുന്നു. അയാൾ രജോഗുണത്തിന് അതീതനാണ്. താൻ പരമപുരുഷനുമായി ഗുണത്തിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ പൂർവ്വകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനുമാണ്. അതായത് ഭഗവാനിന് മനസ്സുറപ്പിച്ചിട്ട് ഭഗവത് സേവനത്തിൽ നിരതനാകുന്നതാണ് നമുക്ക് രജോ ഗുണത്തിൽ നിന്നും ഭൗതിക കൽമഷങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് പറ്റുള്ളൂ. ഭഗവാനിൽ മനസ്സുറപ്പിച്ചിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടും. അപ്പൊ രജോ ഗുണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഭഗവാന്റെ ചരണാരവിന്ദ്രങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കാത്ത ഒരാൾക്ക് ബ്രഹ്മത്തിന്റെ ഗുണത്തിൽ സ്ഥിതി ചെയ്യാവാനാവില്ല. അങ്ങനെ
ചെയ്തു കഴിഞ്ഞാൽ രജോ ഗുണത്തിൽ പെട്ടുപോകും. നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാണ്ടിരിക്കും. അപ്പൊ രജോ ഗുണത്തിൽ പെട്ടുപോകുമ്പോ നമ്മള് അസൂയ, അഹങ്കാരം ഒക്കെ നമ്മളിലുണ്ടാവും. അപ്പൊ അതിനൊരു കഥ പറയാം. അതായത് ജഗത്സാക്ഷി പ്രഭു പറഞ്ഞൊരു കഥയാണത്. ഒരിക്കല് പിന്നെ വിശ്വാമിത്ര മഹർഷിയുടെ കഥ നമുക്കറിയാം. വിശ്വാമിത്ര മഹർഷിയുടെ ആദ്യകാലത്ത് പേര് കൗശികൻ എന്നായിരുന്നു. അപ്പൊ കൗശിക രാജാവ് അദ്ദേഹം തന്റെ സൈന്യങ്ങളെയും കൂട്ടി യുദ്ധത്തിന് പോയി. കുറെ ഏറെ നാളത്തെ യുദ്ധത്തിന് ശേഷം പട്ടാളവും രാജാവുമായിട്ട് ഇങ്ങനെ വന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം യുദ്ധം ചെയ്ത് കണ്ട് വളരെയധികം ക്ഷീണിതന്മാരായി അവരെല്ലാവരും. അപ്പോ രാജാവ് പറഞ്ഞ് ഇനി നമുക്ക് എവിടെയെന്നെങ്കിലും ഒരു അല്പം ഭക്ഷണം കഴിക്കണം, നമുക്കൊന്ന് ഉറങ്ങണം. യുദ്ധം ചെയ്ത് പല ദിവസങ്ങളായിട്ട് ഉറങ്ങാണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ആദ്യം നമുക്കൊന്ന് ഇത് പിന്നെ ഒരു എന്താ ഭക്ഷണം കഴിക്കണം, അതിനുശേഷം നമുക്കൊന്ന് ഉറങ്ങണം. അപ്പൊ ഇതാണ് അവരുടെ ആവശ്യം. അപ്പൊ രാജാവ് പറഞ്ഞ് മന്ത്രിയോട് നീ പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒരു ഭക്ഷണം കിട്ടാവുന്ന സ്ഥലങ്ങൾ ഉണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു കാടിന്റെ ഉള്ളിൽ കൂടിയാണ് ഇവര് പോകുന്നത്. അപ്പൊ ദൂരെ നോക്കുമ്പോ ഒരു ആശ്രമം കാണും. അപ്പൊ ആ ആശ്രമത്തില് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മഹർഷിമാരാണ് ഉള്ളത്. അപ്പൊ മന്ത്രി വന്നിട്ട് പറയും രാജാവിന്റെ അടുത്ത്, അവിടെ ഇങ്ങനെ മഹർഷിമാരുണ്ട്, അവിടെ ഒരു ആശ്രമമാണ്, നമുക്ക് അവിടെ ചെന്നാൽ ഭക്ഷണം കിട്ടും എന്ന് പറയും. അപ്പൊ രാജാവ് ചോദിക്കും, അതെങ്ങനെ ഈ ഒരു മഹർഷിമാരുള്ളടുത്ത് നമുക്ക് എങ്ങനെ ഭക്ഷണം കിട്ടാൻ, ഇത്രയും പടയാളികൾ നമ്മുടെ കൂടെ ഉണ്ട്, അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഇല്ല, നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ശരി എന്ന് പറഞ്ഞിട്ട് രാജാവും പടയാളികളും മന്ത്രിയും കൂടി ചെന്ന് അവിടേക്ക് നടന്നു പോകും. അവിടെ ചെന്ന് കേറിയപ്പോ തന്നെ ഒരു മഹർഷീനെ കാണുന്നു. മഹർഷീനെ കണ്ടതും ഈ കൗശിക രാജാവിന് അസാധ്യമായ ഒരു മനസ്സില് ആനന്ദം, പിന്നെ എന്താ ഒരു കൈകളും കാലുകളൊക്കെ വല്ലാതെ ഇതാവുന്നു. കാരണം ആ മഹർഷിയുടെ തേജസ് അത്രമാത്രം തേജസ്സാണ്. മുഖം കണ്ടാലും അദ്ദേഹത്തിന്റെ പുഞ്ചിരി കണ്ടാലും അത്രമാത്രം തേജസ്. അങ്ങനെ രാജാവ് ഇങ്ങനെ പറയും, ഞങ്ങളിങ്ങനെ യുദ്ധം ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് പറയും. അപ്പൊ മഹർഷി പറയും, തീർച്ചയായിട്ടും. പുഞ്ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളൊരു സ്നാനം ചെയ്തിട്ട് വരൂ, അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറയും. അപ്പൊ ഇവരെല്ലാരും ചെന്ന്, അപ്പൊ രാജാവ് വിചാരിച്ചു, ഇതെങ്ങനെയാ ഇത്രയും ഒരു ആശ്രമത്തില് ഇത്രയും പടയാളികൾ ഉണ്ട് എന്റെ കൂടെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും എങ്ങനെ ഭക്ഷണം റെഡിയാക്കി കിട്ടുക? എന്തായാലും പോയി നമുക്ക് സ്നാനം ചെയ്തിട്ട് വരാന്ന് പറഞ്ഞ് നദിയിൽ പോയി സ്നാനം ചെയ്തിട്ട് വരും. സ്നാനം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ മഹർഷി സന്തോഷത്തോടെ ഇവരെ ഇരിപ്പിടം നൽകി ഇരിക്കാൻ പറയാണ്. അപ്പൊ നോക്കുമ്പോ അവിടെ നോക്കുമ്പോ ഒന്നും കാണുന്നില്ല, സദ്യയൊന്നും കാണുന്നില്ല. അപ്പൊ മഹർഷി അകത്ത് ചെന്നിട്ട് കാമധേനുവിന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോ വേണ്ട രീതിയിലുള്ള എല്ലാ വിഭവങ്ങളും വന്ന് റെഡിയായി. നമുക്കറിയാം കാമധേനു എന്ന് വെച്ചാൽ നമ്മൾ എന്ത് വിചാരിച്ചാലും കിട്ടുന്നതാണ് കാമധേനു. അങ്ങനെ അപ്പൊ അത് കണ്ട് അവരെല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് കൗശിക രാജാവ് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്, അപ്പൊ എനിക്ക് ഈ പശുവിനെ എനിക്ക് നൽകണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മഹർഷി പറഞ്ഞു, അത് സാധ്യമല്ല. കാരണം രാജാവ്, ഞാൻ ഈ പശുവിനെ ബഹുമാനിക്കുന്നുണ്ട്. രാജാവ്, താങ്കള് ഈ പശുവിന്റെ യജമാനനാകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ കാമധേനുവിനെ കൊണ്ടുപോയാലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന് പറയും. അപ്പൊ രാജാവിന് ദേഷ്യം വന്നു. കൗശിക രാജാവിന് ദേഷ്യം വന്നു. രാജാവ് ആ പശുവിനെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോ വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും പശു കുറച്ച് ഇതൊക്കെ കൊടുത്തു, എന്താ സദ്യ, കുറെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കുറെ പടയാളികൾ കാമധേനുവിന്റെ ദേഹത്ത് നിന്ന് പുറത്തേക്ക് വന്ന് അങ്ങനെ അവര് യുദ്ധം ചെയ്ത് കൗശിക രാജാവിനെ തോൽപ്പിച്ചു. അപ്പൊ രാജാവിന് വളരെയധികം ദേഷ്യവും തോന്നി. രാജാവ് എന്ത് ചെയ്തു, തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് വന്നു, മക്കളെയും ഈ യുദ്ധത്തിലേക്ക് ഏർപ്പെടുത്തി അവരെയും തോൽപ്പിച്ച്. അങ്ങനെ അവസാനം രാജാവ് ഒരു തീരുമാനത്തിൽ വന്നു. കാരണം ഈ മഹർഷിയുടെ പോലെ ഞാനും ഒരു തപസ് ചെയ്തിട്ട് തപസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. അപ്പൊ ദൃഢനിശ്ചയം എടുക്കുകയാണ്, ഞാൻ തപസ് ചെയ്യാൻ പോവുകയാണെന്ന്. ഈ മഹർഷിക്കുള്ള ആ ഒരു ആനന്ദം എന്താണെന്ന് അങ്ങേര് അനുഭവിക്കുന്ന മനസ്സിലാക്കിയപ്പോ അത് ഞാനും ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ
തപസ് ചെയ്യാൻ പോയി. പക്ഷെ നമുക്കറിയാം തപസ് ചെയ്യുന്ന എന്തും യോഗം എന്ന് പറയുന്നത് ഭഗവാന് വേണ്ടി ചെയ്താൽ മാത്രമേ അതിന് നിലനിൽക്കുള്ളൂ. അപ്പൊ കൗശിക രാജാവാണ് വിശ്വാമിത്ര മഹർഷിയായിട്ട് നമ്മൾ കാണുന്നത്, അറിയുന്നത്. അപ്പൊ വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്യാൻ പോയപ്പോ മേനക വന്നിട്ട് ആ തപസ് മുടക്കി അതിനകത്തുനിന്ന് വീണുപോയി. അപ്പൊ ഇത് നമ്മളെ പുരാണങ്ങളിൽ കൂടി നമ്മളെ കഥകൾ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കുക. അത് കഥകളായിട്ട് മാത്രം സ്വീകരിക്കാനല്ല. അപ്പൊ നമ്മള് ഈ അസൂയം അഹങ്കാരം കൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഭഗവാനെ സന്തോഷിപ്പിക്കണം, ഭഗവാനെ പ്രീതിപ്പെടുത്തണം, ഭക്തിയുത സേവനം ചെയ്യണം. അതിനുവേണ്ടിയിട്ട് നമ്മൾ ധ്യാനം ചെയ്യാം. അപ്പൊ ഇത് ചെയ്യുമ്പോ അത് ഭഗവാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പൊ വിശ്വാമിത്ര മഹർഷിയുടെ മനസ്സിൽ അസൂയയും അഹങ്കാരവും മൂത്തിട്ട് ചെയ്തിട്ട് ആ തപസ്സിൽ നിന്ന് അദ്ദേഹം വീണുപോയി. അപ്പൊ അതാണ് ഇതിനകത്ത് രജോഗുണം. അതായത് രജോഗുണത്തിൽ എത്തുന്നവർക്ക് അസൂയ അഹങ്കാരം അതാണ്. ഇനി 28-ാം ശ്ലോകം. യുഞ്ജൻ ഏവം സദാത്മാനം യോഗി വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമസ്നുതേ. അപ്രകാരം നിയന്ത്രിതാത്മാവായ യോഗി സദാ യോഗനിഷ്ഠയനായി ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടി ഭഗവാന്റെ അതീന്ദ്രിയ സേവനമാകുന്ന പരമാനന്ദത്തിന്റെ അത്യുന്നതമായ അവസ്ഥയിലെത്തുന്നു. അതാണ് പരമപുരുഷനോട് ബന്ധപ്പെട്ട തന്റെ മൂലസ്വരൂപം. നമ്മുടെ മൂലസ്വരൂപം എന്ന് പറഞ്ഞത് കൃഷ്ണേര നിത്യദാസ, അതായത് ഭഗവാന്റെ ദാസനാണ് നമ്മള്. ഭഗവാനെ നമ്മൾ സേവനം ചെയ്യാനായിട്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഭഗവാനോട് ചോദിക്കുന്നത് എന്താണ്? ഭഗവാനെ അങ്ങയുടെ സേവനത്തിൽ എന്നെ ഉൾപ്പെടുത്തൂ, അങ്ങയുടെ സേവനത്തിൽ എന്നെ ഉൾപ്പെടുത്തൂ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഒരേ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ നമ്മള് രാധാറാണിയോടും ഭഗവാനോടും പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ അങ്ങയുടെ സേവനങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന്. അപ്പൊ ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സ്, അത് ഒരു കൊച്ചു കുഞ്ഞ് അമ്മയെ കിട്ടാൻ വേണ്ടിയിട്ട്, അമ്മയെ കാണുമ്പോ അമ്മയെ എടുക്കാൻ വേണ്ടിയിട്ട് കരയുന്ന പോലെ കൈ രണ്ടും ഉയർത്തിക്കൊണ്ട് ആണ് അമ്മ കരയുന്നത്, അല്ല കുഞ്ഞ് കരയുന്നത്. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മൂലസ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ ദാസനാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് പരമപുരുഷനോട് ബന്ധപ്പെട്ട തന്റെ മൂലസ്വരൂപം അറിയുക എന്നതാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ പരമപുരുഷന്റെ നമ്മള് ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. അപ്പൊ അതിന്റെ യഥാർത്ഥ സ്ഥാനം ഭഗവാന്റെ അതീന്ദ്രിയമായ ഭക്തിയുത സേവനത്തിലാണ്. ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാന്റെ ദാസനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ പരമപുരുഷനുള്ള ദിവ്യമായ ഈ സമ്പർക്കത്തെ ബ്രഹ്മസ്പർശം എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജി വളരെ നന്നായിട്ട് നമുക്ക് ഗീതാ ക്ലാസ്സിൽ എക്സ്പ്ലനേഷൻ തന്നു. മാതാജി നമുക്ക് ജീവിത ലക്ഷ്യം തന്നെ ഭഗവാനെ അറിയുക എന്നതാണ്. അതിന് എങ്ങനെ നമുക്ക് ഭഗവാനെ അറിയാം? പരിശീലനത്തിലൂടെ, നമുക്ക് നാമജപത്തിലൂടെ, ഭഗവത്ഗീത അറിയുന്നതിലൂടെ എല്ലാം നമുക്ക് ഭഗവാനെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം അതിൽ വേണം എന്നത് മാതാജി വളരെ ഭംഗിയായി മനോഹരമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് പറഞ്ഞു തന്നു. താങ്ക് യു മാതാജി. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം മാതാജിയോട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാതാജിയുടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമ്മുടെ സമയക്രമവും കറക്റ്റായിട്ട് മാതാജി പാലിച്ചു. കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് മാതാജി പറഞ്ഞത്. എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും സംശയങ്ങൾ, ക്ലാസിന്റെ അഭിപ്രായങ്ങളെല്ലാം പറയാം ഇവിടെ. ഹരേ കൃഷ്ണ. Hare Krishna, Mataji. Class was really wonderful. നല്ല എക്സാമ്പിൾസ്, സ്റ്റോറീസ് അത് വെച്ചിട്ട് അതുകൊണ്ട് എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് ഒക്കെ. അതിന് ഈ സ്റ്റോറീസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാനും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. സോ താങ്ക് യു മാതാജി. താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് നൈസ്.
പ്രസിദ്ധനന്ദന പ്രഭു ക്ലാസ് ഹരിനാം കുറിച്ച് he said very nicely. കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പ്രഭു വേഗം തീർക്കാൻ ആ സമയം കീപ്പ് അപ്പ് ചെയ്യാൻ ചെയ്തതായിരിക്കും. ബട്ട് ഇറ്റ് വാസ് നൈസ്, വെരി നൈസ്. ആൻഡ് നളിന മാതാജി ഓഫ് കോഴ്സ് അതൊന്നും പറയാനൊന്നുമില്ല. ഷീ വാസ് വെരി ഗുഡ് അബൌട്ട് ഗീത മഹാത്മ്യം. ഓൺ ദ ഹോൾ ഇറ്റ് വാസ് എ നൈസ് സെഷൻ ടുഡേ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് പ്രഭു ആൻഡ് മാതാജീസ്. താങ്ക് യു. നമസ്കാരം മാതാജി, ഒരു സംശയം. ഹലോ, ഹരേ കൃഷ്ണ, പറയൂ മാതാജി. അതൊരു മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയെ ഗോസ്വാമി എന്ന് പറഞ്ഞു. അതിൽ അണ്ടറിൽ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ മൈൻഡിന്റെ കൺട്രോളിൽ നമ്മൾ പെടുന്നതിനൊരു വേർഡ് പറഞ്ഞല്ലോ, അത് മനസ്സിലായില്ല. ഗോദാസനാണ് മാതാജി. പാടൻ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ഗോദാസനാണ്. അതായത് ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ് അയാള്. അതുകൊണ്ട് അയാളെ ഗോദാസൻ എന്ന് പറയും. ഓക്കെ, ഹരേ താങ്ക് യു കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്നാ ക്ലാസ് എടുത്ത മാതാജിക്കും ബേബി സരോജ മാതാജിക്കും നളിന മാതാജിക്കും പ്രസിദ്ധാനന്ദം പ്രഭുവിനും നന്ദി പറയുന്നു. നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നരസിംഹ പ്രാർത്ഥനയിൽ ചൊല്ലാം. ഹരേ കൃഷ്ണ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദാദായിനി ഹിരണ്യകാശിപൂർവക്ഷഃ ശീലഢൻകാനഖാലായ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഘാ അദ്ഭുതശൃംഗാ ദലിതാ ഹിരണ്യകശിപു താനുഭൃംഗാ കേശവധൃതാ നരഹരിരൂപാ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरहरि जय नरहरि जय नरहरि जय नरहरि जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय जय प्रभुपाद 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 जय जय श्रीला प्रभुपाद जय जय गुरुदेव 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 जय जय श्रीला गुरुदेव निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ് ബുധനാഴ്ച നമുക്ക് സെയിം ടൈം മീറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു.